നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചല്ലെങ്കിൽ പഠിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ തിരിച്ച് പഠിച്ചിട്ടെന്താ കാര്യം എന്ന് ചോദിക്കാതെ ആദ്യ ഹരേ കൃഷ്ണ സ്വാഗതം ഹരേ കൃഷ്ണ ചോദിക്കാതെ ഇത് പഠിക്കാനുള്ള നമുക്ക് തന്നിരിക്കുന്നത് സ്കൂളിൽ പോകുന്നത് സ്കൂളിൽ പോകേണ്ടതാണ് പഠിക്കേണ്ടതാണ് അതെല്ലാം നല്ലതുപോലെ പഠിക്കണം എന്ന് ചിന്തിച്ചിട്ട് അല്ലാതെ പഠിച്ചിട്ട് എന്താ കാര്യം ഇല്ല എനിക്ക് 100% പഠിക്കണം 100% മാർക്ക് വാങ്ങിക്കണം അല്ലാതെ പഠിച്ചിട്ട് എന്താ കാര്യം ഇവിടെയാണ് നിഷ്കാമ പ്രവർത്തനം ഫലാകാംക്ഷ കൂടാതെ അതിനകത്ത് വേറെ മറ്റ് ഉപരിയായിട്ടുള്ള ഫലകാംക്ഷയില്ല പഠിച്ചിട്ട് എന്താ കാര്യം അതിനെ ബിയോണ്ട് നമ്മൾ തിങ്ക് ചെയ്യാണ് എന്താ റിസൾട്ട് എന്തിനു പഠിക്കണം അല്ല നമ്മുടെ ഡ്യൂട്ടിയാണ് പഠിക്കേണ്ടത് അപ്പൊ നമ്മൾ 100% പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്താ പറയുന്നത് അതുകൊണ്ട് കർമ്മഫലകാംക്ഷ കൂടാതെ കർമ്മം എന്ന നിലയ്ക്ക് അതായത് ഭഗവാനെ വിളിക്കണം എന്ന നിലയ്ക്ക് അത് ചെയ്തു കഴിഞ്ഞാൽ നിഷ്കാമ പ്രവർത്തനം ഭക്തനെ പരമപദത്തിലെത്തും അതായത് ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടെത്തിക്കും എന്ന് പറഞ്ഞതുപോലെ അതായത് ഒന്നുകൂടെ വിശദമായിട്ട് പറയുകയാണെങ്കിൽ മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ പേരൻസ് പറയുക അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറയുക പഠിക്കടാ യു സ്റ്റഡി വെരി വെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളെ മറ്റേ റിസൾട്ട് ഒന്നും നോക്കണ്ട അത് അതേപോലെ എടുത്തിട്ട് നമ്മൾ പഠിക്കുമ്പം 100% മാർക്ക് വാങ്ങിച്ച് പഠിച്ചു കഴിഞ്ഞാൽ യു ആർ എലിജിബിൾ ടു അറ്റൻഡ് എനി എൻട്രൻസ് ടെസ്റ്റ് കറക്റ്റ് അല്ലേ അവിടെയാണ് പരമപദം എൻട്രൻസ് ടെസ്റ്റിന് എടുക്കാൻ നമുക്ക് ഏതിനും പറ്റും ഇപ്പൊ നീ പഠിക്കടാന്ന് പറഞ്ഞാൽ പഠിച്ചിട്ട് വൈ ഐ സ്റ്റഡി എന്ന് ചോദിക്കാതെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നൊരു സ്റ്റേജിൽ ഏതൊരു എൻട്രൻസ് ടെസ്റ്റും അറ്റൻഡ് ചെയ്യാൻ പറ്റും പാസ്സാകാൻ പറ്റും അപ്പം നമുക്ക് പല ചാനലിലോട്ടും പോകാൻ പറ്റും ഏത് രീതിയാണോ ഏത് ഓപ്ഷനും നമുക്ക് എടുക്കാൻ പറ്റും അത് തന്നെയാണ് അപ്പം ഇത് ആരാ ഈ അഡ്വൈസ് ആരാ എടുത്ത് പറഞ്ഞു തന്നെ ആദ്യം നേരം കൃഷ്ണൻ സോ വി ആർ കോളിംഗ് ആൾവേസ് കൃഷ്ണൻ ഈ അഡ്വൈസ് ഈ ഫിലോസഫി കൃഷ്ണനാണ് ഈ ലോകത്ത് ആദ്യമായിട്ട് പറഞ്ഞതെന്ന് നിനക്ക് തന്നിരിക്കുന്ന ജോലി നിന്റെ ഡ്യൂട്ടി നീ കൃത്യമായിട്ട് ചെയ്യണം ഈ മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കേണ്ട ആവശ്യമില്ല ഒരു സമയത്ത് പറയുകയാണ് എനിക്ക് എഞ്ചിനീയറിംഗിന് പോകണം എഞ്ചിനീയറിംഗ് ഓക്കെ MBBS ഓക്കെ ബിക്കോസ് ഐ ആം എലിജിബിൾ ബിക്കോസ് 100% മാർക്ക് എനിക്കുണ്ട് എനിക്ക് എൻട്രൻസ് ടെസ്റ്റ് എഴുതാൻ പറ്റും ഫിനിഷ് അപ്പം നമ്മൾ ചിന്തിക്കും അന്ന് 100% മാർക്ക് വാങ്ങിച്ചത് നന്നായി കൊള്ളാമല്ലോ ഈ കാര്യം എന്ന് അന്ന് ചിന്തിക്കും ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ള അത്രയും ചിന്തിക്കാനുള്ള ഒരു ബ്രെയിൻ ഡെവലപ്മെന്റ് നമുക്ക് ഇന്നില്ല ശരിയല്ലേ ആഫ്റ്റർ 10th +2 കഴിയുമ്പോഴായിരിക്കും ഒന്നുകൂടെ ചിന്തിക്കാനുള്ള ഒന്നുകൂടി ഒരു ബ്രെയിൻ ഡെവലപ്പായ ഒരു കപ്പാസിറ്റി വരുന്നത് ചിത്രശലഭത്തിന്റെ സൗന്ദര്യം പുഴുവിന് മനസ്സിലാവൂ കാറ്റർപില്ലറിന് മനസ്സിലാവൂ ബട്ടർഫ്ലൈയുടെ ബ്യൂട്ടി മനസ്സിലാവുമോ മനസ്സിലാവില്ല ബട്ടർഫ്ലൈയുടെ ബ്യൂട്ടി നമുക്ക് മനസ്സിലാവില്ലേ മനസ്സിലാകും അതുപോലെ ആണ് നമ്മള് അപ്പം അത് മനസ്സിലാക്കിയവരാണ് പറയുന്നത് അപ്പം അത് അതേപടി എടുക്കണം ദേവദർശ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭു ഹരേ കൃഷ്ണ അപ്പൊ മനസ്സിലായില്ലേ അപ്പം ഭഗവാൻ പറയുന്ന ഫസ്റ്റ് ഫിലോസഫി കൃഷ്ണ ഈസ് സേയിങ് യു ഡു യുവർ പ്രിസ്ക്രൈബ് ഡ്യൂട്ടി നമുക്ക് എൻട്രൻസ് ഏത് വേണമെങ്കിലും പോകാൻ പറ്റും 100% മാർക്ക് വാങ്ങി ഇപ്പൊ നീ അതിനെപ്പറ്റി ചിന്തിക്കുകയും വേണ്ട നിന്റെ ഇപ്പോഴത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി വെൽ ഒബ്റ്റെയിൻ 100% മാർക്ക് കറക്റ്റ് ആദ്യ ഹരേ കൃഷ്ണ അപ്പം നല്ലൊരു കഥ പറയാം ഒരു കഥ ബംഗാളിൽ ഒരു ഗവർണർ ഉണ്ടായിരുന്നു നവാബ് ഹുസൈൻ ഷാ എന്നാണ് പറയുന്നത് ബംഗാളിലെ ഗവർണർ നവാബ് ഹുസൈൻ ഷാ അദ്ദേഹം ഗവർണർ ആയിരിക്കുന്ന സമയത്ത് ലത്തീഫ് ഷാ എന്നൊരാളുണ്ടായിരുന്നു ലത്തീഫ് ഷാ ഓക്കെ ലത്തീഫ് ഷാ ഈ ആള് അന്ന് ആ സമയത്ത് ചൈതന്യ മഹാപ്രഭു ആ സമയത്തായിരുന്നു ജീവിച്ചിരുന്നത് ചൈതന്യ മഹാപ്രഭു ഓക്കെ ചൈതന്യ മഹാപ്രഭു എന്നും ഈ റോഡിലൂടെ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും നടന്നുകൊണ്ടിരിക്കും ഓക്കെ ഈ ലത്തീഫ് ഷാ എന്ന് പറഞ്ഞ ആൾക്ക്
ഈ നാമം ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഇദ്ദേഹം അറിയാതെ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഒന്നും അറിയത്തില്ല. എന്നാലും ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന് ജപിച്ചുകൊണ്ടിരുന്നു. ചില പാട്ടുകളെ മൂളിപ്പാട്ട് പാടുമ്പോൾ നമ്മളും അറിയാവുന്ന ശ്രദ്ധിച്ചിട്ട് നമ്മളും ചെറുതായിട്ടൊക്കെ ഒന്ന് മൂളത്തില്ലേ എന്നൊക്കെ ഇല്ലേ? അപ്പോഴായിരിക്കും നീ എന്താണാ ചെയ്യുന്നത്, അന്നേരമായിരിക്കും അറിയുന്നത് നമ്മൾ ആ മറ്റേ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണെന്ന്. നമ്മൾ അറിഞ്ഞില്ല, പാട്ട് പാടിക്കൊണ്ടിരുന്നതാ. ഇതിനെയാണ് സ്വപ്നം എന്ന് പറയുന്നത്. പകലൊക്കെ കണ്ടത് രാത്രി ഓർമ്മിക്കും, എന്നിട്ട് വാളൊക്കെ എടുത്തുകൊണ്ട് വരാൻ പറയല്ലേ ചില സമയത്ത്. അല്ലെങ്കിൽ അടുത്ത് കിടക്കുന്ന അച്ഛനെയൊക്കെ ഒരു ചവിട്ടി കിട്ടും അല്ലേ. അപ്പം അതുപോലെ പാട്ട്. അപ്പം ഈ ലത്തീഫ് ഷാ എന്ന് പറഞ്ഞ ആളും ജപിച്ചുകൊണ്ടിരുന്നു ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഇദ്ദേഹം ഇങ്ങനെ ജപിച്ചുകൊണ്ടിരുന്നു. ഇദ്ദേഹത്തിന് ഒരു ഫോട്ടോ കിട്ടി. ആരുടെ ഫോട്ടോ കിട്ടിയെന്നറിയാമോ? രാധാറാണിയുടെയും കൃഷ്ണന്റെയും ഒരു ഫോട്ടോ കിട്ടി. അദ്ദേഹം ഈ വീട്ടിൽ വെച്ചു. ആരാ ആള്? ലത്തീഫ് ഷാ. ലത്തീഫാണ്. ഫോട്ടോ എല്ലാവരും പ്രശ്നം ഉണ്ടാക്കി, നീ ഇത് തൊടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കി. ഇദ്ദേഹം എല്ലാം ഞാൻ കേട്ടിട്ടൊന്നും മൈൻഡ് ചെയ്യാതെ ഇതിങ്ങനെ ഭഗവാന്റെ അടുത്ത് ഇങ്ങനെ ഭഗവാനെ കണ്ടിട്ട് ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന് ജപിച്ചുകൊണ്ട് ആൾക്കാരെല്ലാം കൂടെ പോയി, അവരുടെ കുടുംബക്കാരെല്ലാരും കൂടെ പോയി ചെന്നിട്ട് ഈ നവാബ് ഹുസൈൻ ഷാ ഗവർണറെ കണ്ട് പരാതി പറഞ്ഞു. ഗവർണറോട് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിലെ പയ്യൻ ലത്തീഫ് ഷാ എപ്പോഴും ഒരു ഫോട്ടോയും വെച്ചിട്ട് ഹരേ കൃഷ്ണ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇപ്പം എന്താ കുറെ പേരും കൂടെ വന്നിട്ട് അവരും കൂടെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഉടനെ നവാബ് ഹുസൈൻ ഷാ മിനിസ്റ്റേഴ്സിനെ വിട്ടു, പോയി നോക്കിയിട്ട് വരാൻ പറഞ്ഞു എന്താ അവിടെ സംഭവിക്കുന്നെന്നുള്ളത്. പോയി ചെന്നപ്പം അവിടെ ഇങ്ങനെ ഫോട്ടോയും വെച്ച് വിളക്കും കൊളുത്തി ആരതിയും ചെയ്ത് ഹരേ കൃഷ്ണ ചൊല്ലി തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഇവരിങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ നിന്ന് എന്താ സംഭവിക്കുന്ന അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവരും അറിയാതെ തുള്ളിച്ചാടാൻ തുടങ്ങി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അവരും തുള്ളിച്ചാടാൻ തുടങ്ങി. ഹുസൈൻ ഷായ്ക്ക് പറഞ്ഞു വിട്ട ആള് തിരിച്ചു വന്നിട്ടില്ല. ദേഷ്യം വന്നു. നവാബ് ഹുസൈൻ ഷാ തന്നെത്താനെ, അദ്ദേഹം ഗവർണറാണെന്നത്തെ, അദ്ദേഹം ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയി. പോകുമ്പം അങ്ങേര് പറഞ്ഞു വിട്ട ഭടന്മാരും മിനിസ്റ്റേഴ്സും ഒക്കെ ഇതേപോലെ എന്തോ ചൊല്ലിക്കൊണ്ട് തുള്ളിച്ചാടും. നോക്കുമ്പം ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഇങ്ങനെ ചൊല്ലിച്ചോണ്ടിക്കൊണ്ടേ ഇരിക്കുക. അപ്പം നവാബ് ഹുസൈൻ ഷാ കുറച്ചു നേരം നിന്നിട്ട് ചോദിച്ചു, ലത്തീഫ് ഷാ എടുത്ത് ചോദിച്ചു, ഇതെന്താ ഈ ഫോട്ടോ, ഇതെന്തുവാ കാണിക്കുന്നത്? ഈ താമ്പൂലം കയ്യിൽ വെച്ചിരിക്കും. താമ്പൂലം എന്ന് അറിയാമോ? വെറ്റില മുറുക്ക്. അറിയത്തില്ല? വെറ്റില മുറുക്ക് താമ്പൂലം എന്ന് അറിയാമോ? രാധാറാണി വെറ്റില മുറുക്ക്. വെറ്റിലെന്ന് അറിയാമോ? വെറ്റയും പാക്കും ചുണ്ണാമ്പും കൂടെ എല്ലാം കൂടെ രാധാറാണിയുടെ കയ്യിലിരിക്കുന്ന കൃഷ്ണന്റെ അടുത്തേക്ക് കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെ ഒരു ഫോട്ടോയാണ് ഇരിക്കുന്നത്. കൃഷ്ണന് മുറുക്കാൻ കൊടുക്കുക. ഇതെന്താ എന്ന് ചോദിച്ചു. അപ്പൊ ലത്തീഫ് ഷാ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു, ഇതുപോലും അറിയത്തില്ലേ നിങ്ങൾക്കെന്ന് ചോദിച്ചു. ഫോട്ടോ കണ്ടിട്ട് ഇതെന്താണെന്ന് പോലും അറിയത്തില്ലേ എന്ന് ചോദിച്ചു. നിങ്ങൾ എത്ര മണ്ടന എന്ന് ചോദിച്ചു. അപ്പൊ നവാബ് ഹുസൈൻ ഷായ്ക്ക് വളരെ ദേഷ്യം വന്നിട്ട് ചോദിച്ചു, പിന്നെന്താ അത് ഇങ്ങനെ കാണിച്ചിട്ട് നിങ്ങൾക്ക് അത് കഴിക്കാത്ത? ഇങ്ങനെ കാണിച്ചോണ്ടല്ലേ ഇരിക്കുന്നുള്ളൂ. നിങ്ങളുടെ കൃഷ്ണന് ജീവൻ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത് കഴിക്കുന്നില്ല? ഈ പറയുന്ന കൃഷ്ണന് ജീവൻ ഉണ്ടെങ്കിൽ, നിങ്ങൾ വിളിക്കുന്ന കൃഷ്ണന് ജീവൻ ഉണ്ടെങ്കിൽ പിന്നെ എന്താ കഴിച്ചുകൂടാത്ത? ഇത് എപ്പോഴും ഇങ്ങനെ കാണണല്ലോ കാണിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞു. ലത്തീഫ് ഷാ വളരെ പൊളൈറ്റായിട്ട് ഈ നവാബ് ഹുസൈൻ ഷാ എടുത്ത് പറഞ്ഞു, ഒരു നിമിഷം കണ്ണടയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ നവാബ് ഹുസൈൻ ഷാ കണ്ണടയ്ക്കുമ്പം ഭയങ്കരമായ ഒരു കാഴ്ചയാ കാണുന്നത്. എന്താ കാണുന്നത്? രാധാറാണിയുടെ കയ്യിലെ ആ താമ്പൂലം, ആ വെറ്റല മുറുക്ക്, വെറ്റയും പാക്കും എല്ലാം കൃഷ്ണന്റെ വായിലോട്ട് വെച്ചു കൊടുക്കുന്നതും കൃഷ്ണൻ അത് ചവയ്ക്കുന്നതും ലോകലോകവും വൃന്ദാവനവും ഒക്കെ കാണുന്നുണ്ട്. ഗോപന്മാര്, കൊരങ്ങന്മാര്, മറ്റു ദേവതമാരെ എല്ലാരെയും നവാബ് ഹുസൈൻ ഷാ കാണുകയാണ്.
അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പം കൃഷ്ണന്റെ മുഖത്തൂടെ വായി കുടിങ്ങനെ ഉണ്ടല്ലോ, ആ മുറുക്കന്റെ തുപ്പലിങ്ങനെ ഇറങ്ങി വരുന്നു. ആ ഹുസൈൻ ഷാ പെട്ടെന്ന് കണ്ണു തുറക്കുമ്പം തൊട്ടു മുന്നിൽ കൃഷ്ണൻ നിൽക്കുന്നതായിട്ട് കാണുകയാണ്. ഒന്നും മിണ്ടാതെ ഇറങ്ങി വന്നിട്ട് അദ്ദേഹം പിന്നെ എല്ലാ സൗകര്യങ്ങളും നവാബ് ഹുസൈൻ ഷാ ലത്തീഫ് ഷായ്ക്ക് ചെയ്തു കൊടുക്കുകയാണ്. പിന്നെ എല്ലാ കീർത്തനവും ഇഷ്ടം പോലെ ചെയ്യാൻ പറഞ്ഞിട്ട് നവാബ് ഹുസൈൻ ഷാ പോവുകയാണ്. ഭഗവാനെ നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ അചഞ്ചലമായ ഒരു വിശ്വാസം നമ്മുടെ അടുത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മുന്നിൽ ഭഗവാൻ വരും. കഴിഞ്ഞ ആഴ്ചയും ഞാൻ പറഞ്ഞു, ഏത് രൂപത്തിലാണ് ഏത് ഭാവത്തിലാണ് എന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ വൺ തിങ് ഈസ് ഷുവർ, 100% and 101% ഷുവർ, ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ അടുത്ത് തന്നെയുണ്ട്. ഭഗവാന്റെ വാക്ക് എവിടൊക്കെ ഉച്ചരിക്കുന്നു അവിടെ എല്ലാം ഭഗവാൻ വന്നിട്ട് നമ്മൾ പറയുന്ന കഥകളെല്ലാം ഭഗവാൻ കേട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ ഭഗവാൻ കേട്ടുകൊണ്ടിരുന്ന് ഭഗവാന്റെ കണ്ണ് തള്ളിയ കഥ അടുത്ത ആഴ്ച പറയാം. ഓക്കെ ഓക്കെ അപ്പം നമ്മള് മറ്റു കാര്യങ്ങളൊന്നുമില്ലാതെ ഭഗവാനെ പ്രാർത്ഥിക്കുന്നു, ഒന്നും ചിന്തിക്കാതെ ഭഗവാനെ നമ്മൾ ജപിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ, പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ, വിളിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ, നമുക്ക് ഏതാണ് ഒരു സെൻസിറ്റീവ് മൊമെന്റിൽ നമുക്ക് ഭഗവാന്റെ ഒരു അനുഗ്രഹം വേണം, നമ്മുടെ കയ്യിലില്ല ഒന്നും, ആ സമയത്ത് ഭഗവാൻ ഇടപെടും, ആ സമയത്ത് ഭഗവാന്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാവും. തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ലൈഫിൽ നമ്പർ 1 സക്സസ് ആവും. ഹരേ കൃഷ്ണ. അപ്പം നമുക്ക് നോക്കാം. തസ്മാത് ആസക്ത സതുതം കാര്യം കർമ്മ സമാചര അസക്തോ ഹി ആചരൻ കർമ്മ പരം ആപ്നോതി പുരുഷഃ. എടുക്കണോ, ഷെയർ ചെയ്യണോ? വേറെ ഏതാണ് മറ്റേ തസ്മാത് അസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹി ആചരൻ കർമ്മ പരം ആപ്നോതി പുരുഷഃ. ഇതിനകത്ത് ഇംഗ്ലീഷ് വേർഡിന്റെ മേളിൽ കണ്ടോ ചെറിയ കുത്തുകള്, ചില ഡാഷ് എന്നൊക്കെ ഇട്ടേക്കുന്നത്? ഡാഷ് ദീർഘമാണ്. ലെറ്ററിന്റെ താഴെ കുത്തു വരും. ഇത് സംസ്കൃതം എഴുതുമ്പോൾ സംസ്കൃതം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എഴുതുന്ന ലിപിയാണ്. ഓക്കെ. തസ്മാത് സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹി ആചരൻ കർമ്മ പരം ആപ്നോതി പുരുഷഃ. ദേവദർശ്, താങ്ക് യു. ദേവദർശും അതിന്റെ ട്രാൻസ്ലേഷൻ ഒക്കെ ഇട്ടുണ്ട്. Therefore, without being attached to fruits of activities, one should act a matter of duty, for by working without okay, attains the supreme. Okay. അപ്പം ഇവിടെ നമുക്ക് വേർഡ് ബൈ വേർഡ് മീനിങ് എന്ന് നോക്കാം. തസ്മാത് therefore അസക്ത വിത്തൗട്ട് അറ്റാച്ച്മെന്റ് സതതം കോൺസ്റ്റന്റ്ലി കാര്യം as a duty കർമ്മ വർക്ക് സമാചര പെർഫോം അസക്ത അൺഅറ്റാച്ച്ഡ് ഹി certainly ആചരൻ പെർഫോമിംഗ് കർമ്മ വർക്ക് പരം the supreme ആപ്നോതി achieves പുരുഷഃ a man. Translation by his Srila Prabhupada Kiji. Therefore,
without being attached to the fruits of activities, one should act as a matter of duty, for by working without attachment, one attains the supreme. Hare Krishna. ആർക്ക് വായിക്കാം ഫസ്റ്റ്? ഓക്കെ, ആര് വായിക്കും? ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ ആര് വായിക്കും? ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷ് വായിക്കും. ഓ വായിക്കട്ടെ? യെസ്. Translation. Therefore, without being attached to the fruits of activities, one should act as a matter of duty. For by working without attachment, one attains the supreme. Very good. Okay. Next, Rahul. Therefore, without being attached to the fruits of activities, one should act as a matter of duty. For by working without attachment, one attains the supreme. Yes. Hare Krishna. അഖീരാശി വായിക്കാൻ പറ്റുമോ? ട്രൈ ചെയ്യാല്ലേ? Therefore, ആ without Being being attached attached to the to the fruits of activities, one one should act have a matter of duty duty, for by working without without attachment, one one attains attains the supreme. supreme. ഹരേ കൃഷ്ണ. നെക്സ്റ്റ് അഭിനവ്. Okay. Therefore, without being attached to the fruits of activities, one should act as a matter of duty, for by working without attachment, one attains the supreme. ഹരേ കൃഷ്ണ. അനബി. Therefore, without being attached to the fruits of activity, one should act as a matter of duty. For by working without attachment, one attains the supreme. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് അചൽ കൃഷ്ണൻ. Hare Krishna, and therefore, without being attached to the fruits of activities, one should act as a matter of duty, for by working without attachment, one attains the supreme. വെരി ഗുഡ്. നെക്സ്റ്റ് ഹൃഷികേശ്. Therefore, without being attached to the fruits of activities, one should act as a matter of duty, for by working without attachment, one attains the supreme. One attain the supreme. Next, Devadarsh. Hare Krishna. Yes. Therefore, without being attached to the fruits of activities, one should act as a matter of duty. For by working without attachment, one attains the supreme. ഹരേ കൃഷ്ണ. അപ്പൊ കൃഷ്ണൻ പറയുകയാണ്, നിന്റെ ജോലി എന്താ കാര്യം, അതെങ്ങനെ ചെയ്യുന്നു, ഇതെന്തിനാ ചെയ്യുന്നു ചോദിക്കാതെ, വാട്ട് ഈസ് അവർ പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടി വി ഷുഡ് ഡു. ദെൻ അറ്റ് ദ എൻഡ്, ദ സെൻസിറ്റീവ് മൊമെന്റ്, ഇറ്റ് വിൽ ഹെൽപ്പ് ഫോർ യു. ഷുവർ ആണത്. പലർക്കും എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് ചില എത്രയോ കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മൾ വെറുതെ ചെയ്തു വെക്കുന്നതായിരിക്കാം. പക്ഷേ ഇൻ അവർ ലൈഫ് സം സർട്ടൺ പീരീഡ് ഇറ്റ് വിൽ ഹെൽപ്പ് അസ്. അതാണ് കൃഷ്ണൻ. ഈ ഫിലോസഫിയാണ് ദ വേൾഡിൽ ദ നമ്പർ 1, ദ ഫസ്റ്റ് പേഴ്സൺ, കൃഷ്ണ, ഹു ടോട്ട് ദിസ് ഫിലോസഫി ടു അസ്. യു ഷുഡ് ഡു യുവർ ഡ്യൂട്ടി without any fruitive activities, without being attached to the fruitive activities. Okay, so then you will success in your life. Okay, tasma asakta satatam Asakta satatam karyam
കാര്യം കർമ്മ സമാചര കർമ്മ സമാചര അസക്തോ ഹി ആചരൻ കർമ്മ പരം ആപ്നോതി പുരുഷഃ പരം ആപ്നോതി പുരുഷഃ തസ്മാത് അസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹി ആചരൻ കർമ്മ അശക്തോ ഹി ആചരൻ കർമ്മ പരം ആപ്നോതി പുരുഷഃ തസ്മാത് അസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹി ആചരൻ കർമ്മ അശക്തോ ഹി ആചരൻ കർമ്മ പരം ആപ്നോതി പുരുഷഃ തസ്മാത് അസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹി ആചരൻ കർമ്മ അശക്തോ ഹി ആചരൻ കർമ്മ പരം ആപ്നോതി പുരുഷഃ ആപ്നോതി പുരുഷഃ ആർക്ക് വായിക്കാം? ഫസ്റ്റ് കം വായിക്കും. ശ്ലോകം വായിക്കും. യെസ്. തസ്മാത് അസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യചരൻ കർമ്മ പരം ആപ്നോതി പുരുഷഃ. വെരി ഗുഡ്. നെക്സ്റ്റ്. ഞാൻ വായിക്കട്ടെ. യെസ്. തസ്മാത് ആസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹി ആചരൻ കർമ്മ പരം അപ്നോതി പുരുഷഃ. വെരി ഗുഡ്. തസ്മാത് അസക്ത അല്ല അസക്ത സതതം. ഓക്കെ. പരം ആപ്നോതി. യെസ്. അനഭി. ഓക്കെ. ഹരേ കൃഷ്ണ. അസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹി ആചരൻ കർമ്മ പരം അപ്നോതി പുരുഷഃ. വെരി ഗുഡ്. വായിക്കല്ലേ? വെരി ഗുഡ് അല്ലേ? ഹരേ കൃഷ്ണ. ആരാ കഴിഞ്ഞ ആഴ്ച എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞേ? ഋഷികേശു അല്ല, ഋഷികേശ പറഞ്ഞല്ലേ വാരിയല്ല വെരി ഗുഡ് ആണെന്നല്ലേ? ഹരേ കൃഷ്ണ. താങ്ക് യു. യെസ്. രാഹുൽ. നെക്സ്റ്റ്. തസ്മാത് അശക്ത സതതം കാര്യം കർമ്മ സമാചര അശക്തോ ഹി ആചരൻ കർമ്മ പരം ആപ്നോതി പുരുഷഃ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. രാശി. തസ്മാത് അശക്ത സതതം കാര്യം കർമ്മ സമാചര അശക്തോ ഹി ആചരൻ കർമ്മ തസ്മാത് അസക്ത സതതം ചര അസ്തോ ഹി ആചരൻ കർമ്മ
ഹരേ കൃഷ്ണ. കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നെ? ഓക്കെ, ഹരേ കൃഷ്ണ. ഇനി ആരാ? ദേവദർശ്. ഹരേ കൃഷ്ണ. Hare Krishna. Tasmad asakta satatam karyam karma samachara ashakta hi acharan karma param apnodi purushaha. വെരി ഗുഡ്. അചൽ കൃഷ്ണൻ ചൊല്ലിയായിരുന്നോ? ഓക്കെ, ചൊല്ലിക്കോളൂ. समाचारा असक्तो ही आकरन कर्म परम अपनोति पुरुषः. हरे कृष्ण. ഹരേ കൃഷ്ണ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ചെല്ലാം, റിപ്പീറ്റ് ചെയ്യണേ. എല്ലാവരും അൺമ്യൂട്ട് ആക്കിക്കോ. അൺമ്യൂട്ട് ആക്കിയിട്ട് റിപ്പീറ്റ് ചെയ്യണേ. വോയിസ് റെക്കോർഡ് ചെയ്യാൻ. ഓക്കെ. ഹരേ കൃഷ്ണ റിജു മാതാജി. ഓക്കെ, എല്ലാവരും അൺമ്യൂട്ട് ചെയ്തോളൂ. ഹരേ കൃഷ്ണ. ആദ്യ ഹരേ കൃഷ്ണ, അഭിനവ് എല്ലാവരും അൺമ്യൂട്ട് ചെയ്യൂ. യെസ്. ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, വോയിസ് റെക്കോർഡ് ചെയ്യണം. ഓക്കെ. തസ്മാത് അസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹി ആചരൻ കർമ്മ പരം ആപ്നോതി പുരുഷഃ. തസ്മാത് അസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹി ആചരൻ കർമ്മ പരം ആപ്നോതി പുരുഷഃ. എന്റെ മീനിങ് therefore without being attached to fruity എടുത്ത് കളഞ്ഞു. ഒരു മിനിറ്റ്, എന്ത് ചെയ്തു മാറ്റല്ലേ? ഓക്കെ. therefore without being attached to the fruits of activities one should act as a matter of duty, for by working without attachment one attains the supreme. അതുകൊണ്ട് കർമ്മഫലകാംക്ഷ കൂടാതെ കടമ എന്ന നിലയ്ക്ക് കർത്തവ്യം നിറവേറ്റുക നിഷ്കാമ പ്രവർത്തനം ഭക്തനെ പരമപദത്തിൽ എത്തിക്കും. ഹരേ കൃഷ്ണ. നമുക്ക് ഒരുമിച്ച് വായിക്കാം ശ്ലോകം. 1, 2, 3, 4 സ്റ്റാർട്ട്. കാര്യം കർമ്മ സമാചര കർമ്മ പരമാപ്നോതി പുരുഷഃ. ഭഗവാൻ എങ്ങനാണ് നമ്മുടെ കർമ്മം, നമ്മുടെ ആക്ടിവിറ്റീസ് എങ്ങനെ ചെയ്യും, അതുപോലെ നമ്മൾ ഭഗവാനെ മറ്റൊന്നും ചിന്തിക്കാതെ ആ ലത്തീഫ് ഷാ എങ്ങനെയാണോ നല്ലതുപോലെ അചഞ്ചലമായ വിശ്വാസത്തോടെ ഭഗവാന്റെ അടുത്ത് പോയത്, ആ ഒരു വിശ്വാസത്തോടെ നമ്മൾ നിന്നു കഴിഞ്ഞാൽ ഭഗവാനെ നമുക്കും കാണാൻ പറ്റും. വളരെ സെൻസിറ്റീവ് മൊമെന്റിൽ ഭഗവാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും. കഴിഞ്ഞ ആഴ്ച നരസിംഹ ജയന്തിയായിരുന്നു. 5 വയസ്സായ പ്രഹ്ലാദന്റെ വാക്ക് പ്രോമിസ് ചെയ്യണം. പ്രഹ്ലാദന്റെ അച്ഛൻ ആരാ? പ്രഹ്ലാദന്റെ അച്ഛൻ
പ്രഹ്ലാദന്റെ അച്ഛൻ ആരാ? ഹിരണ്യകശിപു ചോദിച്ചു, ഈ ലത്തീഫ് ഷാ അടുത്ത് ചോദിച്ചതുപോലാണ്. ഹിരണ്യകശിപു ചോദിച്ചു, എവിടെ ഉണ്ടെന്ന് ചോദിച്ചു. എന്നിട്ട് ചോദിച്ചു, ഈ തൂണിലുണ്ടോ? ഇപ്പം തന്നെ കാണിച്ചു തരാൻ പറഞ്ഞു. തൂണില്. ആ യെസ്, ഈ തൂണിലും ഉണ്ടെന്ന് പറഞ്ഞു. ഡിവോഷൻ, പരമമായ വിശ്വാസം, ചഞ്ചലമായ വിശ്വാസം. ആ വിശ്വാസം പറഞ്ഞു, യെസ്, ഞാൻ കൃഷ്ണൻ ഈ പില്ലറിലും ഉണ്ടെന്ന് പറഞ്ഞു. ദേഷ്യം വന്നിട്ട് ഗതയെടുത്ത് ഒറ്റയാടി പൊട്ടിപ്പോയ. ഹിരണ്യകശിപു എന്താ കണ്ടത്? നരസിംഹ ഭഗവാൻ, നരസിംഹ രൂപ, സിംഹവുമല്ല മനുഷ്യനുമല്ല, രണ്ടും കൂടെ ചേർന്ന രൂപത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ഹിരണ്യകശിപുവിനെ പിടിച്ച് വലി ജസ്റ്റ് അങ്ങോട്ട് പിളർന്നിട്ട് ബ്ലഡ് കുടിക്കാൻ വേണ്ടിയിട്ടാണ് സിംഹത്തിന്റെ രൂപത്തിൽ വന്നത്. ഒരാളുടെ ബ്ലഡ് കുടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അനിമൽ ആവണം. കുടിച്ചാലോ? മീറ്റിലൊക്കെ ബ്ലഡ് ഇരിപ്പുണ്ട്, നമ്മൾ കുടിച്ചാൽ എന്ത് ചെയ്യും? അപ്പം മനുഷ്യന് കുടിക്കാനുള്ളതല്ല ബ്ലഡ്. നമ്മൾ ആ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭഗവാൻ. നരസിംഹ കീർത്തനം ആർക്ക് പാടാൻ പറ്റും? കഴിഞ്ഞ ആഴ്ച നരസിംഹ ജയന്തി, നരസിംഹ കീർത്തനം ആർക്ക് പാടാൻ പറ്റും? യെസ്, ഓക്കെ. നമസ്തേ നരസിംഹായ പ്രഹ്ലാദകാനകാനായ ഹിരണ്യകാശിപോ ശിരദംഘാനഘാനായ യതോ നരസിംഹോ ഭരതോ നരസിംഹോ യതോ യാമി തതോ നരസിംഹോ നരസിംഹോ ഹൃദയേർനരസിംഹോ നരസിംഹമതിം ശരണം പ്രപദ്യേ തവ കരകമലപരേ നാഥ അദ്ഭുത ശൃംഗാ ദാളിധ ഹിരണ്യകശിപോ ധനുവൃന്ദാ കേശവധൃത നരഹരിരൂപ जय जगदीश हरे, जय जगदीश हरे, जय जगदीश हरे, जय नरसिंहदेव, जय नरसिंहदेव, जय नरसिंहदेव, जय नरसिंहदेव, जय प्रहलाद महाराज, जय प्रहलाद महाराज, जय प्रहलाद महाराज, जय प्रहलाद महाराज. വീരം മഹാവിഷ്ണും ജലന്തം സർവദാ നരസിംഹം ഭീഷണം ഭദ്രം മൃത്യോർമൃത്യും നമാമ്യഹം. ശ്രീ നരസിംഹ ജയ നരസിംഹ, ജയ ജയ നരസിംഹ, ജയ പ്രഹ്ലാദേശ, ജയ പത്മാമുഖ, ജയ പത്മഭൃംഗ. വിഘ്ന വിനാശ നരസിംഹ ഭഗവാൻ കീ, ഹരി കീ, प्रहलाद महाराज की, പ്രഭുപാദ की. ഹരേ കൃഷ്ണ. ഇന്ന് പാട്ട് പാടാമെന്ന് പറഞ്ഞത്, ഇന്ന് ആദ്യമാണ് പാട്ട് പാടാമെന്ന് പറഞ്ഞിരുന്നല്ലേ? ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ബാറ്ററിയുടെ ഒക്കെ പവർ പോകുന്നതിന് വിട്ട് തീരണം. ഹരേ കൃഷ്ണ. ഇല്ലേ? റെഡിയല്ലേ? ഓക്കെ. ഷെയർ ഓഫ് ആകട്ടെ. ആ, പാടത്തെ യെസ് യെസ്. തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം
തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കിട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണാ 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 കണ്ണാ. തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. കാർവർണ്ണൻ തന്നുടെ മേനി കായാമ്പൂ പൂവിരിച്ച് കാണുമ്പോൾ കണ്ണിനെന്തൊരു ആനന്ദം പരവേശം. കാർവർണ്ണൻ തന്നുടെ മേനി കായാമ്പൂ പൂവിരിച്ച് കാണുമ്പോൾ കണ്ണിനെന്തൊരു ആനന്ദം പരവേശം ആനന്ദം പരവേശം. കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നോടെ ആടോലേ കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നോടെ ആടോലേ കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നോടെ ആടൂലേ ഒന്നോടെ ആടൂലേ കണ്ണാ 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 കണ്ണാ. തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കിട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണാ കണ്ണാ. ചന്തത്തിൽ കണ്ണെഴുതി ചന്ദന പൊട്ടും കുത്തി പൊന്മയിൽ പീലി കുത്തിയ കണ്ണാ നീ വിളയാട്. ചന്തത്തിൽ കണ്ണെഴുതി ചന്ദന പൊട്ടും കുത്തി പൊന്മയിൽ പീലി കുത്തിയ കണ്ണാ നീ വിളയാട് എന്നുള്ളിൽ വിളയാട്. കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നോടെ ആടൂലേ കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നോടെ ആടൂലേ കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നോടെ ആടൂലേ ഒന്നോടെ ആടൂലേ കണ്ണാ 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 കണ്ണാ. കണ്ണാ കണ്ണാ കണ്ണാ. തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണാ കണ്ണാ. പുല്ലാങ്കുഴലൂതിയൂതി കണ്ണാ കണ്ണാ പുല്ലാങ്കുഴലൂതിയൂതി പൂവാലി പശുക്കളെ പുല്ലാങ്കുഴലൂതിയൂതി പൂവാലി പശുക്കളെ പുല്ലേറെയുള്ളിടത്ത് മേയ്ക്കുവാൻ പോകുമ്പോ പുല്ലാങ്കുഴലൂതിയൂതി പൂവാലി പശുക്കളെ പുല്ലേറെയുള്ളിടത്ത് മേയ്ക്കുവാൻ പോകുമ്പോ കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നോടെ ആടൂലേ കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നോടെ ആടൂലേ കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നോടെ ആടൂലേ ഒന്നോടെ ആടൂലേ കണ്ണാ 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 കണ്ണാ
കണ്ണാ കണ്ണാ തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണാ 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 കണ്ണാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. അജൽ കൃഷ്ണൻ പടം വരയ്ക്കാന്ന് പറഞ്ഞിരുന്നല്ലേ? പടം വരച്ചത് കാണിക്കാന്ന് പറഞ്ഞിരുന്നല്ലേ? പ്രഭു വരച്ചില്ല, കാരണം അടുത്ത ആഴ്ച എക്സാം അല്ല, ഈ ആഴ്ച എക്സാം ആണ്. ഈ ആഴ്ച എക്സാം. അപ്പൊ എക്സാം എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു കളർ വര പ്രസന്റേഷൻ ചെയ്യണം അല്ലേ? ഓക്കെ ഓക്കെ, വെരി ഗുഡ്. പിന്നെ ആരാ എന്താ ചെയ്യാന്ന് പറഞ്ഞ? കിസ് ആരെങ്കിലും പറഞ്ഞിരുന്നോ? കിസ് പറഞ്ഞിരുന്നല്ലോ. ആണ്ട് ഹാഫ് ചെയ്തു വെച്ചിരിക്കുകയാണ്, ഹാഫും കൂടെ ചെയ്യാന്ന് പറഞ്ഞിരുന്നല്ലേ? ആരായിരുന്നു? രാഹുൽ. രാശി കാണിക്കുന്നു അല്ലേ? രാഹുൽ. അതെ, ഞാൻ റെഡി ആയിരിക്കുന്നു. ചെയ്യാം. ഓക്കെ, അപ്പൊ അതിനു മുമ്പായിട്ട് നമുക്കൊരു ബ്രീത്ത് കൗണ്ട് എടുക്കണം അല്ലേ? ഓക്കെ, 9:40 ബ്രീത്ത് കൗണ്ട് എടുക്കാം. ഓക്കെ, ഇന്നത്തെ 20. ഓക്കെ, 1. ഓക്കെ, ബ്രീത്ത് കൗണ്ട് സ്റ്റാർട്ട്. 1, 2, 20. 4, സ്റ്റാർട്ട്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ